തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നൊരു ആൽഫ്രെഡോ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാസ്തയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ പാസ്തയുടെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓരോ പാസ്തയ്ക്കും കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാസ്തയുടെ കുക്കിംഗ് ടൈം 10 to 15 മിനിറ്റ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടൈമാണ് നമ്മൾ എടുക്കുന്നത്. അത് 10 മിനിറ്റാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പാസ്ത കുക്ക് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പാസ്ത ഇട്ടിട്ടുണ്ട്. ഇതൊരു 300-350 ഗ്രാം പാസ്തയാണുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് പാസ്ത കുക്ക് ചെയ്യുന്നതിൻ്റെ ലോവസ്റ്റ് ടൈമായിട്ടുള്ള 10 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാസ്ത അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ പാസ്ത നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മിനിറ്റൊക്കെ കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മളിവിടെ പാസ്ത നന്നായി കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഈ വെള്ളം കളയരുത്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം മാറ്റി വയ്ക്കണം. ആൽഫ്രെഡോ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു 3 ബീൻസ്, ഒരു കുഞ്ഞ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്ത പാസ്തയുണ്ട്. അതുപോലെ അതിൻ്റെ ആ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ പോലുള്ള ഒരു ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുണ്ടാവുക കേട്ടോ. ഇതിലേക്ക് 1/4 സ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് വരെ നമുക്കത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ വെളുത്തുള്ളി ആൽഫ്രെഡോ പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മറ്റ് വെജിറ്റബിൾസ് ഒഴിവാക്കിയാലും ഇത് ഒഴിവാക്കാൻ പാടില്ല. അതിന് ശേഷം നമുക്ക് മറ്റ് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒരു 1 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഫ്രഷ് ക്രീമൊന്നുമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. പാലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പാലിനൊരു കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3/4 ടീസ്പൂണ് മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലോർ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ പാനിൻ്റെ സൈഡിലൊക്കെ തൊട്ടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് ഒറിഗാനോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനുള്ള സ്ലൈസ് ആയിട്ടുള്ള ചീസാണുള്ളത്. അപ്പോൾ അത് ഞാനൊരു 3 സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് കസ്തൂരി മേത്തി ഒരു 1/4 സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, അത് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഇതിങ്ങനെ കട്ടിയായി വരുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്. നല്ല കട്ടിയായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടാക്കിയ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ.
ഇതിങ്ങനെ ഇരിക്കും തോറും കട്ടിയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചൂട് പാൽ ഒഴിച്ച് ഒന്നുകൂടി ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അധികം എരിവൊന്നുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ടേസ്റ്റ് റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.